അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ ബീമുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജോയിൻറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കേണ്ടതുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഉള്ളൊരു ജംഗ്ഷനായിട്ട് വരുന്നത് ഭാഗം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തിരുവങ്ങൂർ ഭാഗത്താണ്. തിരുവങ്ങൂർ ഭാഗത്തും ഇവിടെ റോഡിൻ്റെ വർക്ക് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എരിഞ്ഞിക്കൽ പുള്ളാടിക്കുന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലോ നീളത്തിലുള്ള ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്താണ് ഞാനിപ്പോൾ. അതിൻ്റെ മറ്റു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് കാണാം. ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ദൂരത്തിൽ ഉള്ള ഒരു വലിയ ഫ്ലൈ ഓവറാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ രാമനാട്ടുകര ഭാഗത്തേക്ക് പാവങ്ങാട്, കുറ്റ്യാടി, പരുന്തുരുത്തി എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ് ഇത്. വലിയൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ വലിയൊരു ഫ്ലൈ ഓവർ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റോഡിൻ്റെ വർക്കുകളാണ് നടക്കേണ്ടതുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ മാളിക്കടവ് വരെയാണ് വന്നത്. അവിടുന്ന് വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റോഡ് വർക്ക് നടക്കുന്ന മുന്നോട്ടുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് ഇനി ആ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ വന്നിട്ടുള്ളത് പോയി നോക്കാം. ആ ഭാഗത്തേക്കൊക്കെ വീഡിയോ ചെയ്തിട്ട് തന്നെ കുറേ ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആദ്യമായി കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നൽകുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് പഴയ ഇവിടെയുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ നമുക്ക് ഫ്ലൈ ഓവർ കഴിഞ്ഞ് മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ വന്നിട്ടുള്ളത് നോക്കാം.
നമ്മൾ പുള്ളാടിക്കുന്ന് എരിഞ്ഞിക്കൽ എന്ന് പറഞ്ഞ ആ ഭാഗത്തുനിന്ന് ആ ഫ്ലൈ ഓവറിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഭാഗത്തൊക്കെ ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ തന്നെ ആ സൈഡിൽ തന്നെ ടാറിങ് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളായിട്ടുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഇവിടെ പഴയ ഭാഗത്ത് റോഡ് വർക്ക് ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞത് കാണാം നമുക്ക്. ഇവിടെ ഒരു സൈഡിൽ ഇപ്പോൾ ടാറിങ് ചെയ്ത ഭാഗത്തൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇതിൻ്റെ മറ്റ് സൈഡിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്, മണ്ണ് ഫില്ല് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഈ ജംഗ്ഷൻ്റെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അടുത്തൊരു പാലം വരുന്നുണ്ട്, ആ പാലത്തിലെ ഭാഗത്ത് പോയിട്ട് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ അവിടുന്ന് വന്നിട്ടുള്ളത് കോരപ്പുഴ അടുത്താണ്. കോരപ്പുഴേൻ്റെ മുകളിൽ വരുന്ന ഒരു പാലത്തിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ പാലത്തിൻ്റെ സൈഡിലൊന്നും വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാത്തത്. പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത് പഴയ റോഡാണ്. പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ പുതുതായിട്ട് ഒരു റോഡ് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ മറ്റുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ഹൈവേ. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതുതായിട്ടുള്ള ഒരു പാലം ഇവിടെ വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിൽ പോയി നോക്കട്ടെ. അവിടെ എവിടെയെങ്കിലും പോയിട്ട് നിർത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടൊന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ കോരപ്പുഴ പാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പുറത്തേക്ക്. നമ്മൾ ഇപ്പോൾ കടന്നു വന്നത് കോരപ്പുഴ പാലാണ്. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് വന്നത്. അതിൻ്റെ സൈഡിൽ മറ്റൊരു പാലം നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയൊക്കെ ഒരു വേറൊരു രീതിയിലാണ് ഇവിടുത്തെ വർക്കൊക്കെ നടക്കുന്നത്. മറ്റ് പല പാലങ്ങളുടെ വർക്കും ബീമുകൾ വേറൊരു രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പോയി നോക്കാം. അവിടെ പോയിട്ട് കാണാം എങ്ങനെയാണ് അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ പഴയ ഈ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നത് ഇവർ പൊട്ടിച്ചെടുക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പം നമുക്ക് കാണാം ഈ പഴയ ക്രാഷ് ബാരിയർ ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിൻ്റെ കൈവരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ ഇവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഇതിനി പുതിയതാണ് ഇവിടെ വെക്കുക. പിന്നെ പഴയ പാലത്തിൻ്റെ വീതിയും പുതിയ പാലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റോഡും ചെറിയൊരു മാറ്റമുണ്ട് വീതിയുടെ കാര്യത്തിൽ. അത് ഈ വാഹനങ്ങൾ നമുക്ക് മാറ്റി പാർക്ക് ചെയ്യുന്ന ആ ഭാഗം കുറച്ച് കുറയുമെന്നാണ് തോന്നുന്നത്. ബാക്കി ഹൈവേയുടെ വീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ ബീമുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്.
ഇനി ഇത് ജോയിൻ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കേണ്ടതുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കമ്പിയെല്ലാം ബെൻഡാക്കിക്കൊണ്ട് കെട്ടി സെറ്റാക്കുന്നൊരു വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഇത് ബീം എടുത്ത് വെക്കുന്ന ഒരു ഗർഡർ ഉപയോഗിച്ചാണ്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പറഞ്ഞാൽ ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു. ഇത് വേറെ രീതിയിലാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ നേരത്തെ വരുന്ന സമയത്തും അവിടെ കാണുന്ന ആ സംഭവമൊക്കെ അതാണ് ഗർഡർ. അങ്ങനെയുള്ള ഗർഡർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മുകളിലേക്ക് ബീം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാർപ്പിന് ആവശ്യമായിട്ടുള്ള കമ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സംഭവം നമ്മുടെ ക്രെയിനിൻ്റെ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ത്രാസിലൊക്കെ ഉണ്ടാകുന്ന ഒരു കട്ടി പോലുള്ളൊരു വെയിറ്റ് ഇങ്ങനെ വലിയ വലിയ ബീമുകളൊക്കെ പൊക്കുമ്പോൾ ക്രെയിന് മറിഞ്ഞു വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഈ കോരപ്പുഴ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കണ്ടു. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് കുറേ ഭാഗത്ത് നല്ല രീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 1/2 കിലോമീറ്ററോളം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വണ്ടി ഓടിച്ച് പോവാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് കാണുക, നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ചോദിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെങ്ങളം ഭാഗത്താണ്. വെങ്ങളം ഭാഗത്ത് ഒരു വലിയ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിങ് വർക്കുകളാണ് ഇപ്പം നടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്യുക, അതുപോലെ സിമെൻറ്റൊക്കെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കാണാൻ നമുക്ക് വെള്ളം ഒഴുകി വരുന്ന ഒരു ഭാഗത്ത് പൈപ്പൊക്കെ കൊടുത്ത് വെള്ളം നല്ല രീതിയിൽ താഴോട്ട് പോകുന്ന രീതിയിലേക്ക് അവർ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൈപ്പൊക്കെ കൊടുത്തത്. കാണാം നമുക്ക് സിമെൻറ്റ് ചെയ്ത ഭാഗത്ത്, കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് തന്നെ സിമെൻറ്റ് ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഫ്ലൈ ഓവർ ഒരു 100 മീറ്ററിൽ കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ഫ്ലൈ ഓവർ തന്നെയാണ്. ഇവിടെ ഒരു നല്ലൊരു കാഴ്ച എനിക്ക് തോന്നിയത് ഈ വെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തത്. ഇങ്ങനെ നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പുതുതായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ. എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊടുക്കുമെന്ന് അറിയില്ല പൈപ്പ്. നമ്മുടെ ഈ ഭാഗത്താണ് കാണുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റുള്ള ഇതുപോലുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊന്നും പൈപ്പൊന്നും കൊടുത്തത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ല ഭാഗത്തൊന്നും ഇങ്ങനെ കൊടുത്തൊന്നും കണ്ടിട്ടില്ല. ഇനി കൊടുക്കുമായിരിക്കാം. അപ്പോൾ ഇവിടെ കുറേ ക്രാഷ് ബാരിയറുകളൊക്കെ കൂട്ടി വെച്ചത് കാണാം നമുക്ക്.
ഇത് വേറെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവർ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അതാണ് നടക്കുന്നത്. ഇപ്പോൾ സിമൻ്റ് ആയിട്ട് പോയിൻറ്റിങ് നടത്തുകയാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നത് പോയിൻറ്റിങ് വർക്കുകളാണ്. അതുപോലെ പൊങ്ങി നിൽക്കുന്ന ഈ സിമൻറ്റുകളൊക്കെ തട്ടി ഒഴിവാക്കി നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു ഭാഗത്ത് സിമെൻറ്റ് മിക്സൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് ഇത്. അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വർക്കിങ് മെഷീൻ ഉപയോഗിച്ച് കൊണ്ടുള്ള ക്രാഷ് ബാരിയറാണ് വരിക. അതിന് മുന്നേ ഇവിടെ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് ഇനിയും ചെയ്യാനുണ്ട്. നമുക്ക് കാണാം ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ലെവൽ ചെയ്തിട്ടുള്ളൂ. ഇവിടെ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത് കാണാം ഈ സൈഡിൽ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇവിടെ വളരെ ദൂരത്തിലേക്ക് ഇങ്ങനെ സിമെൻറ്റ് മിക്സ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വളവും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ആ ഭാഗത്തൊക്കെ. അപ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ കുറച്ചൊക്കെ ക്യാമറ ഷെയ്ക്കാവാൻ സാധ്യതയുണ്ട്. പല ഭാഗത്തും റോട്ടിൽ കുണ്ടും കുഴിയൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്കാവാൻ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവർ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ വീതിയൊക്കെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ അടുത്തത് നമുക്ക് തിരുവങ്ങൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തിരുവങ്ങൂർ ഭാഗത്താണ്. തിരുവങ്ങൂർ ഭാഗത്തും ഇവിടെ റോഡിൻ്റെ വർക്ക് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഇവിടെ തിരുവങ്ങൂർ ഒരു ജംഗ്ഷൻ, സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ കുറഞ്ഞ് പൊങ്ങി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണ് വർക്ക് നടക്കുന്നത്. ഇവിടെയൊക്കെ പഴയ ഒരു ക്രാഷ് ബാരിയറാണ് വെക്കുന്നത്. കാണാം നമുക്ക് മണ്ണൊക്കെ പിടിച്ച് കിടക്കുന്ന. അപ്പോൾ ക്രാഷ് ബാരിയർ വെക്കുന്ന മുന്നോടിയായിട്ടുള്ള ഒരു കോൺക്രീറ്റിംഗ് ആണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റുള്ള ഭാഗത്തൊന്നും അങ്ങനെയല്ല, ഒരു മെറ്റൽ മാത്രം ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലാണ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അതിൻ്റെ ശേഷം സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇതൊരു വേറെ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്.
ഇവിടെ നമുക്ക് കാണാം ഒരു മഞ്ഞ കളറ് ഒരു ചവിടി മണ്ണാണ്. അതുകൊണ്ട് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. ഒരു ടാറിങ് കഴിഞ്ഞ പോലെ തന്നെ തോന്നുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ മണ്ണ് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ് തോന്നുന്നുണ്ട്. ആ സൈഡിലും ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അവിടെയുള്ള നമ്മുടെ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് മണ്ണ് പൊക്കി കൊണ്ടുവരികയാണ്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ സ്ലാബുകളൊക്കെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ലാബുകൾ ഇങ്ങനെ പൊക്കി വെച്ച് കാണാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അവസാന ഭാഗം ഇവർ ചെയ്യുന്നത്? ഇതിങ്ങനെ ക്രോസായിട്ട് പോവുകയാണ്, ഇങ്ങനെ പൊങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താണെന്ന് തോന്നുന്നത് ഇവർ ലെവൽ ചെയ്യൽ. ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. തിരുവങ്ങൂർ വരുന്ന ഒരു അണ്ടർപാസ്. ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇപ്പോൾ മണ്ണ് നിറക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ ആ സൈഡിലും മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സൈഡിലും മണ്ണ് നിറക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വർക്ക് നടക്കുന്ന. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെയാണ്. ഈ ഭാഗത്ത് സ്ലാബ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്ക് കാണാം. ഇതാണ് ഇവിടെ ഉള്ളൊരു ജംഗ്ഷനായിട്ട് വരുന്നത് ഭാഗം. ഇതിൻ്റെ മുകൾ ഭാഗത്തെ സ്ലാബും അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകളാണ് ഇനി നടക്കേണ്ടതുള്ളത്. ഇനി ഈ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞാൽ ഈ കമ്പി കാണാം. നമുക്ക് ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ടേക്കേണ്ട കമ്പി, ഇവിടെയും ഒരു വാർപ്പിൻ്റെ ഇത് കൊടുത്തിട്ട് സ്ലാബ് കൊടുത്തിട്ട് അത് തമ്മിൽ ബന്ധിപ്പിക്കലാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അതാണ് ഈ ജംഗ്ഷനിലുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ സർവീസ് റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേര സമയമാകുമ്പോൾ സ്കൂളൊക്കെ വിടുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ജംഗ്ഷനുകളിലൊക്കെ നല്ല ബ്ലോക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖകരമായ ഒരു യാത്ര പ്രതീക്ഷിക്കാം. ഹൈവേയിലൂടെ എല്ലാ ഭാഗത്തും ഇപ്പം വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭാഗത്ത് പെട്ടെന്ന് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഭാഗത്തുനിന്ന് തുടർന്നുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.